Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. I don't know, I'm very happy today, especially when I reading ചെയ്യുന്ന സമയത്ത് I feel എന്താണെന്നറിയാത്തൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. Okay, and you must hear this message that never ever doubt yourself, your feelings, your intuition. ഓക്കെ, ഡസൻറ്റ് മാറ്റർ എക്സ്റ്റേർണലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരിക്കലും നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങൾക്കുള്ള ഒരു വളരെ സ്ട്രോങ് റീഡിംഗ് ആണ്. സ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുണ്ട്, ഓർ ഇത് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ തുടങ്ങാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഒരു എന്തൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് പ്രോബബ്ലി നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരു ഡൗട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ മേലെ കൊടുക്കാതെ നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരാം. ഓക്കെ, ബിക്കോസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ അങ്ങനെ എടുക്കുന്ന ആക്ഷൻ അത് വളരെ ഇൻസ്പയറിങ് ആവുന്നുണ്ട്, ഇൻസ്പയറിങ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ അത് എത്തിക്കുന്നുണ്ട്, ഇൻസ്പയറിങ് അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ജേർണി അത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾക്കത് തരുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ സ്വയം നിങ്ങളെ ഡൗട്ട് ചെയ്യാതിരിക്കുക, ഒരിക്കലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചിലതിൽ എത്തിച്ചേരാൻ സാധിക്കുമോ, ഒരിക്കലും നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. സോ നിങ്ങൾക്ക് ചില തോന്നലുകളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾക്കത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഗൈസ്, യെസ്, ഗോ ഹെഡ്. ഓക്കെ, ഇതൊരു ഗോ അഹെഡ് കൺഫർമേഷൻ റീഡിംഗ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ലൈക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗോ ഹെഡ്, കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു റീഅഷ്യൂറൻസിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണോ നിങ്ങളുടെ അങ്ങനത്തെ ചില ആക്ഷൻസ് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇൻസ്പയറിങ് മൂവ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, സോ സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ചില തോട്ട്സ്, സഡൻ ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സഡൻ ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കണം, അല്ലേ? സോ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടായിരിക്കണം, പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടൊരു മേജർ വിള്ളലായിരിക്കാം, അല്ലേ? പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ചില ചേഞ്ചസ്, റൈറ്റ്? സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എടുക്കുന്ന ഒരു മേജർ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും, നിങ്ങളുടെ ഒരു ലിമിറ്റേഷൻസ് നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഉള്ളിൽ ഒരു പൊട്ടൻഷ്യൽ വളരെ വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ചില സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് സഡൻ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്, അല്ലെ, ചില തോട്ട്സ്, റൈറ്റ്? ഓർ ഈ സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സഡൻ ബ്രേക്കപ്പ്, സഡൻ സെപ്പറേഷൻ, പെട്ടെന്ന് സിറ്റുവേഷൻ എൻഡായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്കുള്ള ഒരു റീഡയറക്ഷൻ ആണ്. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റിസൾട്ട് തരാൻ കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു കാര്യത്തിന് നിങ്ങൾ എന്താണോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നത്, ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. അത് പ്രോബബ്ലി നിങ്ങളെ ചില സിറ്റുവേഷന് ഈ സമയത്ത് നിന്ന് ഒന്ന് തിരിച്ചു വിടുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഒരു സമയത്ത് നേടാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യു ഗോട്ട് ഇറ്റ്? സോ ഈ ഒരു സമയത്ത് എന്ത് നഷ്ടപ്പെട്ടു എന്നതിലെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, മേ ബി ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു നഷ്ടപ്പെടൽ ശരിക്കുള്ള ഒരു നഷ്ടപ്പെടലല്ല, മേ ബി അത് കുറച്ച് സമയത്തേക്കുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് ലൈക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ഫോക്കസും ഒരു കാര്യത്തിലേക്ക് വരണം. അത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ എന്താണോ സാഹചര്യം കാരണം നിങ്ങൾ ഓക്കെ എന്നാൽ ഇതിലേക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നത്, അത് നിങ്ങൾ ട്രൂലി ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ടൈമാണ്. ഡെഫിനറ്റ്ലി കമോൺ ഗൈസ്, ചില സ്പെസിഫിക് കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടൈമാണിത്. ബിക്കോസ് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കാര്യം. ഓക്കെ, സോ ചില ആളുകൾ വലിയൊരു വിഷമത്തിൽ നിന്നായിരിക്കാം അവര് നല്ലൊരു പൊസിഷനിലേക്ക് എത്തി വരുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, അല്ലേ? സോ ഒരു സ്ട്രഗിൾ നിന്നായിരിക്കാം അവരുടെ ഒരു ലൈഫിനൊരു ഗ്രേറ്റ് പ്ലേസിലേക്ക്, ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം.
സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ നിങ്ങളും അതുപോലുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ എല്ലാ എക്സൈറ്റ്മെന്റും എനർജിയും നിങ്ങളുടെ ആക്ഷനും നിങ്ങളുടെ കൺസിസ്റ്റൻസിയും നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷനും നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണോ ഈ ഒരു സമയത്തിൽ നിങ്ങൾ ചെയ്യാൻ ഇൻസ്പയർഡ് ആവുന്നത്, ഓർ എന്താണോ ലൈഫ് ഈ ഒരു സമയത്ത് നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഒരു പ്രശ്നം വരുന്ന സമയത്താണ് നിങ്ങൾ ഒരു ചില കാര്യത്തിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുക, അല്ലേ? സോ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്താണ് നിങ്ങളുടെ സേവിങ്സ് എന്താണ്, നിങ്ങൾ ക്യാഷിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക, അല്ലേ? ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അതിൽ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കുക. സോ ചില കാര്യങ്ങൾ നിങ്ങളെ തളർത്താനല്ല, വീഴ്ത്താനല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിലുള്ള ഒരു കപ്പാസിറ്റി, നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ, ശരിക്കുള്ള പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്താണോ ലൈഫ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്, നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങുക. ചില ആളുകൾക്ക് അത് ഫെയിം ആണ്. ഓക്കെ, ഫെയിം, സക്സസ്, നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യമായിരിക്കാം. ഓക്കെ, സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈമിൽ. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് ലൈഫിൽ, നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അവിടെ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു സാധ്യത കുറവായിരിക്കാം. ഓക്കെ, സോ നിങ്ങളാണ് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി, നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ട ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടതും, നിങ്ങളാണ് നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യേണ്ടതും, നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കി ഓരോ കാര്യങ്ങൾ ഓരോ സമയത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതും. എസ്പെഷ്യലി നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ടാലൻസോ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സമയം നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമയം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു റീഡിങ് ആ സമയത്ത് ഓർക്കും, അതെത്ര ശരിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓക്കെ എൻ്റെ റീഡിങ് അത്ര ആക്യുറേറ്റ് എന്നുള്ളത് കൊണ്ട് മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ അത് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ, സോ ഈ സമയത്ത് ലൈഫിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ പോവേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഇൻസ്പയറിംഗ് ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചില നഷ്ടങ്ങൾ ഉണ്ടായി, പെട്ടെന്ന് നിങ്ങളുടെ ജോബിൽ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായി, പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വന്നു, പെട്ടെന്ന് എന്തോ ഒരു കാര്യം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആവാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചില കാര്യത്തിനോടുള്ള ഒരു താല്പര്യം ഇല്ലാണ്ട് ആവാണ്, അതായത് പെട്ടെന്ന് ഒരു ഷട്ട് ഡൗൺ പോലത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് മനസ്സിലാക്കുക നിങ്ങളുടെ ഫോക്കസ് റൈറ്റ് ആയിട്ട് വേറൊരു പ്ലേസിലേക്ക് അലൈൻഡ് ആയിട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അത് ചില ആളുകൾക്ക് എന്നേക്കുമായിട്ട് നിങ്ങളൊരു പ്ലേസിന് ക്ലോസ് ചെയ്ത് വരുന്നതായിരിക്കാം, ഓർ ടെമ്പററി ആയിരിക്കാം കുറച്ച് സമയത്തേക്ക്. ബിക്കോസ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത് ഇവിടെയാണ്. ഓക്കെ, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് വേണ്ടത് ഇങ്ങോട്ടാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ചില ആളുകൾക്ക് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രയാസത്തിൽ നിന്നായിരിക്കാം നിങ്ങൾ ഇതിലേക്ക് എത്തിപ്പെടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതായത് നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേറെ നിവർത്തില്ലാഞ്ഞിട്ടായിരിക്കാം ഓരോ പ്ലേസിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരിക്കാം. ആൻഡ് ആ ഒരു ജേർണി തന്നെയായിരിക്കാം നിങ്ങളെ ഈ ഒരു റൈറ്റ് പാത്തിലേക്കും കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ, എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഗൈസ് റിലേറ്റ് ചെയ്യുക, ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് മാത്രമാണ്. ഓക്കെ, സോ ചില ആളുകൾ അവരുടെ ലൈഫിന്റെ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു സമയത്ത് നിന്നാണ് അവര് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സെയിം ലൈക്ക് ദാറ്റ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻസ്പയർ ചെയ്യാൻ. ഓക്കെ, ബിക്കോസ് ഫെയിം ഇൻവോൾവ് ആണ് അവിടെ. സോ ചില ആളുകൾ വളരെ പോപ്പുലർ ആവേണ്ട ആളുകളാണ്, വളരെ ഫേമസ് ആവേണ്ട ആളുകളാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മണി എനർജിയിലേക്കാണ്. ഓക്കെ, ക്യാഷ്, കർമ്മ, ഓക്കെ, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്താലേ, നിങ്ങൾ വർക്ക് ചെയ്താലേ നിങ്ങളുടെ ജോബിന് ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ.
അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളത് തുടങ്ങിയാലേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ തുടങ്ങാനായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കുക. നിങ്ങൾ തുടങ്ങി നോക്കുക, നിങ്ങൾ അതിനെ എത്രമാത്രം ഫീഡ് ചെയ്യുന്നോ, ആ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഐഡിയയെ നിങ്ങൾ എത്രമാത്രം ഫീഡ് ചെയ്യുന്നോ, എൻകറേജ് ചെയ്യുന്നോ, അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നോ, അത്രമാത്രം ആ ഒരു കാര്യം നിങ്ങൾ സന്തോഷിപ്പിക്കാൻ കൂടെ പോവാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ക്യാഷ് കണക്ട് ചെയ്യേണ്ടതും നിങ്ങളുടെ ജോബ് കണക്ട് ചെയ്യേണ്ടതും അത്രയും ഒരു ബോണ്ടിങ്ങോട് കൂടിയിട്ടാണ്. ഒരു വ്യക്തിയോട് നമുക്ക് എത്ര ഇഷ്ടം ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യോ, ആ ഒരു ഇമോഷൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ജോബിനോടോ നിങ്ങളുടെ പാഷനോടോ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തോട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് അങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. രാവിലെ എണീക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് വേണം നിങ്ങൾ എണീക്കാൻ. ഞാനിത് ചെയ്യാൻ പോവാണ്. ഈവൻ ആ ഒരു ഇനീഷ്യൽ ടൈമിൽ നിങ്ങൾക്കത് യാതൊരു പ്രോഗ്രസും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിന് അത്ര ഒരു എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ വേണം നിങ്ങളത് കാണാൻ. ജെന്യൂൻ ആയിട്ടുള്ള, നിങ്ങളത് പ്രിറ്റൻഡ് ചെയ്യാന്നുള്ളതല്ല, നിങ്ങളത് ജെന്യൂൻ ആയിട്ട് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു സീഡ് വെക്കുന്നത് പോലെ. സോ ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി രാവിലെ എണീറ്റ് നിങ്ങൾ അതിന് വേണ്ട വെള്ളം നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ബിക്കോസ് അതെന്താണ്, ഒരു സമയത്ത് അത് വളർന്നു വരും അല്ലെ. ഒരു സമയത്ത് അത് ഗ്രോ ചെയ്യുന്ന കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു സമയത്ത് അത് പിന്നീട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ സപ്പോർട്ട് ഒന്നും ഇല്ലാണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് അതിന്റെ ക്വാളിറ്റി കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ് ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടെ ആ ഒരു ഗ്രോയിങ് സ്റ്റേജ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അത് ഒരു സമയത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ബിസിനസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ആ ഒരു ഇഷ്ടം, ആ ഒരു കമ്പാഷനൊക്കെ നിങ്ങൾ ആ ഒരു കാര്യത്തിനോട് കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണോ നിങ്ങളുടെ പാഷൻ, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഹ്യൂമൻസിനേക്കാൾ കൂടുതൽ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആളുകളെക്കാൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഇതുപോലുള്ള സ്ട്രോങ് ഡിസയർ ആണ്, അല്ലെങ്കിൽ പേർപ്പസ്, പാഷൻ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഇതിലേക്കാണ് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ സമയത്ത് എന്താണോ ലൈക്ക് സഡൻ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾറൈറ്റ്, ബിക്കോസ് ഇതിലേക്കാണ് നിങ്ങൾ എക്സാക്ട്ലി കണക്റ്റഡ് ആവുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ അത് ഗ്രോത്ത് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, എന്താണോ അത് ലൈക്ക് ഗ്രോത്ത് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മേലുള്ള ചില റിസൾട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഷിഫ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. സോ ഇതിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്, ഇത് നിങ്ങൾ കണക്ട് ചെയ്തു വരുന്ന സമയത്ത്, ഇന്നത്തെ ലൈഫ് ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങളൊരു പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ഇൻകത്തിൽ അവിടെ ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ഇൻകം ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവുമോ, അതിലെത്താൻ സാധിക്കും, അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടൊക്കെ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ അതിലേക്ക് എൻഗേജ്ഡ് ആവുക. ബിക്കോസ് എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നതോ നിങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതോ അത് ഓൾറെഡി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ മീൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളത് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാക്ട്ലി അത് നിങ്ങളുടെ ഭാഗമാവേണ്ട ഒരു കാര്യമാണ്. അതിന്റെ ഗ്രോത്ത്, അതിന്റെ ഒരു സമൃദ്ധി, അതിന്റെ ഒരു പ്രസൻസ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്താണോ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങൾക്കറിയാം ഈ സമയത്ത് നിങ്ങൾ കുറെ കൂടെ സെൽഫ് ഫോക്കസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ചില ആളുകളുമായിട്ട് നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളോ ആ ഒരു സെൽഫ് ഫോക്ക് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, സോ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അവസാനം അതല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കുന്ന സമയമാവുന്ന സമയത്തേക്ക് ആരുമായിട്ടാണോ നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നത് അവരുടെ ആ ഒരു അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് അവിടെ. സോ അങ്ങനെ വേണ്ടി നിങ്ങൾ റീകണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു സെൽഫ് ഗ്രോത്ത്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അപ്പൊ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് എന്താണോ ഇപ്പൊ നഷ്ടമായിട്ട് തോന്നുന്നത്, എന്താണോ അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നത് അവരുമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കും കൂടിയാണ് നിങ്ങൾ വരുന്നത്.
ഓക്കെ. സോ ഇറ്റ്സ് ലൈക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്, ചില കാര്യങ്ങൾ ഇങ്ങനെ ഇറ്റ്സ് ലൈക്ക് ചില കാര്യങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. ഓക്കെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സെപ്പറേഷനോ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു എൻഡ് അല്ല, ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ അല്ല, അല്ലെങ്കിൽ ഒരു നഷ്ടമല്ല ഒരു കാര്യം. ഓക്കെ. സോ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇപ്പൊ സോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ടെങ്കിൽ ലൈഫ് ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. അത് ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ. സോ ഇത് എത്രമാത്രം ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.